പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളം കണ്ട ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവാണ് നമ്മുടെ ഇന്ന് കേരളത്തിലുള്ളത്. ഇത് ഞാൻ നേരിട്ട് ഈ പാർട്ടിയിൽ തന്നെയുള്ള പല ആൾക്കാരും പല അനുഭവങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്. ഈ പറയുമ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നതുകൊണ്ട് ഞാനത് പേര് പറയുന്നില്ല. അതായത് ഈ പാർട്ടിയിൽ ഉയർന്നു വന്ന മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന ശക്തനായൊരു നേതാവുണ്ടായിരുന്നു. ഒരു പക്ഷേ രാഷ്ട്രീയ ഭേദമന്യേ BJP-ക്കാർ പോലും ഇദ്ദേഹത്തെ പറ്റി പൊക്കി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം ഉന്നയിച്ച ഒരു വിഷയം ഉണ്ടായിരുന്നു. ഈ വിഷയത്തിലൂടെ ഇദ്ദേഹത്തിന് കിട്ടിയ വലിയ ഗ്രാവിറ്റി ഉണ്ടായിരുന്നു. ഇതുൾപ്പെടെ ഓരോരുത്തരെയും അടിപ്പണി പണിഞ്ഞ് തൻ്റെ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയും എന്നാൽ ഈ സർക്കാരിന് വേണ്ടിയിട്ടോ ജനങ്ങൾക്ക് വേണ്ടി സർക്കാരിനെ കടന്നാക്രമിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാത്ത, ആ പാർട്ടിയിൽ തല്ലുകൊണ്ട് ഒന്നുമല്ലാതായിക്കൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരാളാണെന്ന് എനിക്ക് ഒരൊറ്റ കാഴ്ചയിൽ തന്നെ ബോധ്യപ്പെട്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഞാൻ ജർമ്മനിയിൽ നിന്ന് ദുബായിൽ നിന്ന് കണക്ഷനാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് ജനങ്ങളെ കാണുമ്പോൾ അവരോട് അങ്ങോട്ട് പോയി സംസാരിക്കുകയും അവർക്കൊപ്പം അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ഞാൻ ദുബായ് സത്യത്തിൽ ഒരു പൊടി സെലിബ്രിറ്റി ജാടയൊക്കെ എനിക്ക് വേണമെങ്കിൽ കാണിക്കാം. ഞാൻ അവിടെ ആൾക്കാരുടെ, അതായത് ദുബായ് കണക്ഷൻ ഫ്ലൈറ്റാണ്. അപ്പോൾ US നിന്നും UK നിന്നും ഒക്കെയുള്ള പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരാണ് ഇന്ന് കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇദ്ദേഹം അവിടെ എയർപോർട്ടിലുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നു, ഒരു പുസ്തകം എടുത്ത് വെച്ച് വലിയ ജാടയൊക്കെ ഇട്ട് ഒരു സൈഡിൽ പോയിട്ട്, അതായത് ലാസ്റ്റ് വരുന്നു. അതായത് മമ്മൂട്ടി മോഹൻലാലൊക്കെയാണ് സാധാരണ ഈ ഫ്ലൈറ്റ് എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ലാസ്റ്റ് വരുന്നത്. ഇദ്ദേഹത്തിന് എന്തായാലും അരമണിക്കൂർ മുമ്പ് അവിടെ വന്നിരുന്ന ഒരു കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആരും കയറി കടിക്കാനും തിന്നാനും ഒന്നും പോകുന്നില്ല. അപ്പം വന്നിരുന്നതിൻ്റെ വലിയ ഇത് ഈ പറഞ്ഞ കണക്ക് ഞാൻ മമ്മൂക്ക പോലും ഇത്രയും ജാട കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഇത് നോക്കി അപ്പം പല ആൾക്കാരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്നു, ആൾക്കാരുടെ നമ്മൾ ഫോട്ടോ എടുക്കുന്നു. ഞാൻ അവരോട് ചോദിക്കുകയാണ് US പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ്, US തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നു. UK ഇപ്പോൾ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ നടക്കുന്നു. അപ്പോൾ മലയാളി നമുക്ക് എൻ്റെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ അതിൽ പഠിക്കാൻ പറ്റുന്നത് നമ്മുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് പലരിലൂടെ കിട്ടുന്ന അറിവുകളാണ്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ട് ഈ ആൾക്കാർ ഇടപെടുന്നു, എല്ലാവരുടെയും ഫോട്ടോസ് എടുത്ത് നിൽക്കുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് ആൾക്കാരുടെ അടുത്ത് എന്തോ ജാടയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ, അതായത് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് ചാണകമായി എറിയാൻ തോന്നും. ആ രീതിയിലൊരു ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് ഒരു സൈഡിൽ പോയി ഒരാൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ്, ഇത്രയേറെ ജനരോഷമുള്ള ഒരു നാട്ടിൽ ഒരാൾ ഈ ജനങ്ങളുമായി സംസാരിക്കാമെന്ന് അവർക്ക് എന്ത് സന്തോഷം തോന്നും? അവർക്ക് ഭയങ്കര സന്തോഷം തോന്നില്ലേ? ഒരു പ്രതിപക്ഷ നേതാവ് നമ്മളെ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് വിശേഷങ്ങൾ തിരക്കി എന്ന് പറയുമ്പോഴത്തേക്ക് തോന്നും